ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് അടിപൊളി ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി കാണാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ഗൺ പൗഡർ എഗ് റൈസ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്ത കുറച്ച് ബിസി ആയിട്ടുള്ള ദിവസങ്ങളിൽ ഈ റെസിപ്പി ഉപകാരപ്പെടും. നമ്മൾ സാധാരണ കഴിക്കണ ഏത് റൈസ് വെച്ചുണ്ടാക്കിയാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളതൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് താറാമുട്ട വെച്ചിട്ടോ കാടമുട്ട വെച്ചിട്ടോ ഒക്കെ ഉണ്ടാക്കാം, പക്ഷെ ഞാൻ ഇന്നിവിടെ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ 4 മുട്ടയും നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എടുക്കണ റൈസിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഈ മുട്ടയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഇന്ന് 3 ആൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഈ റൈസ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പൊടിച്ച കുരുമുളക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. നന്നായി മിക്സ് ആക്കി എടുത്താൽ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ഞാനൊരു വലിയ സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ട് ഒരു 4 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയൊരു പുളിപ്പ് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു തക്കാളി എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗൺ പൗഡറും എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിലോ അതുപോലെ വേറെ ഏതെങ്കിലും റീഫൈൻഡ് ഓയിലിലൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ ബട്ടറിൽ ചെയ്യുമ്പോൾ അതിനൊന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ബട്ടർ ചെറുതായിട്ടൊന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ആ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഒരുപാട് മൂത്ത് പോകാണ്ട് നോക്കണം. അങ്ങനെ ആവുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും. ഇപ്പം ഏകദേശം വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ആ ഒരു പച്ചമണം മാറിയിട്ട് ഈ സമയത്ത് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ സവോളയും കൂടെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. സവോള ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. നമ്മൾ ഈ റൈസ് കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ആ സവോള അങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം. സവോള പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നമ്മൾ ഓൾറെഡി മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ഗൺ പൗഡറിലും ഉപ്പുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം ഈ സവോളയിൽ ഉപ്പ് ചേർക്കാൻ. ഇപ്പം സവോള ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ തക്കാളി ചേർക്കാം. ഇത് അധികം പുളിയില്ലാത്ത തക്കാളിയാണ്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എടുക്കുന്ന തക്കാളി നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇപ്പം തക്കാളി എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഈ ചട്ടിയുടെ ഒരു ഭാഗത്തേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ട ചേർക്കാം. മുട്ട ചേർത്ത പാടന്നെ ഇളക്കരുത്. മുട്ട നല്ലോണം സ്ക്രാമ്പിൾ ചെയ്തിട്ട് നല്ല പൊടിയാക്കണേക്കാൾ നല്ലത് റൈസിൽ കുറച്ചൊരു വലിപ്പത്തിൽ കിടക്കണതാണ്. തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മുട്ടയുടെ അടിഭാഗം വെന്ത് വരുമ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അധികം ഉടഞ്ഞു പോകാണ്ട് വലിയ കഷ്ണങ്ങളായിട്ട് കിട്ടും. ഇപ്പോൾ മുട്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മസാലയും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഈ റൈസിൻ്റെ കൂടെ ശരിക്കും വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം എല്ലാം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഗൺ പൗഡർ ചേർക്കാം. ഇത് ഗൺ പൗഡർ എന്നോ ചമ്മന്തിപ്പൊടിയെന്നോ ഇഡ്ഡലിപ്പൊടിയെന്നോ ഒക്കെ പറയും ഇതിന്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്ത ആൾക്കാർ കയറി കാണണേ. ഇത് തേങ്ങാപ്പീരിയും പീനട്ടൊക്കെ വെച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിയാണ്. ഇതെല്ലാം കൂടെ ഇനി നന്നായി മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇപ്പം എല്ലാം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ സമയത്ത് ഇതിൽ ഉപ്പ് കുറവുണ്ടോന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് നമ്മൾ റൈസിൽ ഉപ്പ് പിടിക്കുള്ളൂ. ഞാനിവിടെ ചേർത്തിട്ടുള്ള ഉപ്പ് പാകമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇനി വേറെ ഉപ്പൊന്നും ചേർക്കണില്ല. ഇപ്പം എല്ലാം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ സാധാരണ കഴിക്കാൻ ഏത് ചോറാണോ എടുക്കുന്നത് ആ ചോറ് ചേർക്കാം. ഞാനിവിടെ മട്ടരി ചോറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയിട്ട് എടുക്കണം. ആ മസാലയൊക്കെ ആ റൈസിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം.
ജീരകശാല റൈസൊക്കെ വെച്ചിട്ട് ഇത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ആ റൈസിന് തന്നെ ഒരു പ്രത്യേക ഫ്ലേവർ അല്ലേ. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ല വാട്ടിയ വാഴയിലയിൽ ആ ചൂടോട് കൂടി തന്നെ പൊതിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് തുറന്ന് കഴിച്ചാലുണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ. ഇപ്പം എല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മല്ലിയില ഇതിൻ്റെ മുകളിലൊന്ന് ഇങ്ങനെ വെതറി കൊടുക്കാം. ഇപ്പം നമ്മളെ ഗൺ പൗഡർ എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ട കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.